ഒരു പോസ്റ്റ്മാനെ കണ്ട കാലം തന്നെ മറന്നു. ഇതാ സാറേ. ഇന്നത്തെ കാലത്തൊരു കത്ത് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഹാത്ഭുതമാ. ശരിയെന്നാ. മക്കളെ, അമ്മാവൻ വരുന്നു. നിങ്ങളുടെ കല്യാണത്തിന് കൂടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അമ്മാവന്റെ ജോലി തിരക്കുകളും യാത്രകളും കാരണം പറ്റിയില്ല. ജോലി തിരക്കിൽ നിന്നും പൂർണ്ണ വിടുതൽ കിട്ടി. നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളെ വന്നൊന്ന് കാണണമെന്ന് തോന്നി. നിങ്ങൾക്ക് എല്ലാവിധ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് സ്വന്തം അമ്മാവൻ NB. ഈ കത്ത് കിട്ടി പിറ്റേ ദിവസം ഞാൻ എത്തും. അമ്മാവന്റെ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നാളെ എത്തുമെന്ന് എഴുതിയിരിക്കുന്നത്. ഈ മൊബൈൽ ഫോണിന്റെ കാലത്ത് ഇതുപോലൊരു കത്ത് വരുന്നത് വളരെ അപൂർവ കാഴ്ചയാണ്. അമ്മാവൻ ഇപ്പോഴും ആ പഴയ കാലത്തെയും സമ്പ്രദായത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് തോന്നുന്നു, അല്ലേ? ഇന്നത്തെ കാലത്തെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വംശമാണ് അമ്മാവനും അമ്മുമ്മയും ചിറ്റപ്പനും ഒക്കെ. അതെ, സിനിമയിൽ പോലും ഇപ്പൊ ഒരു സാന്നിധ്യമില്ല. നീണ്ട കുറെ കാലത്തിന് ശേഷം നാട്ടിലേക്ക് വരിക. വരട്ടെ പപ്പേട്ട. ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു വലിയ സന്തോഷമുള്ള കാര്യല്ലേ? പിന്നെ ഈ മാസം കറണ്ട് ബില്ലേ ഇത്തിരി കൂടുതലാണ്. നോക്കട്ടെ. ഇപ്പഴും കത്തയക്കുന്ന ആളുകളൊക്കെ ഉണ്ടാ. ഇതാരുടെ കത്തളിയ? ഇതേ അമ്മാവന്റെ ഒരു കത്ത. കുറെ കാലം നാട്ടിലില്ലായിരുന്നു പുള്ളി. ഞങ്ങളുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ പറ്റിയില്ല അത്രേ. ഞങ്ങളെ കാണാൻ വേണ്ടിട്ടാ ഇപ്പൊ നാട്ടിൽ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കണം. ആഘോഷിക്കണ്ടേ? ആഘോഷിക്കാം. എന്ന് വരുന്നേ? നാളെ വരും. പത്മശ്രീയിലെ പത്മനാഭന്റെ വീട്ടിലേക്ക് പോകുന്ന ആളല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? തിരുമേനിയോട് വീട്ടിലേക്കുള്ള വഴി ചോദിക്കുന്നത് കേട്ടു. അല്ല, ഇവിടുന്ന് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ പോയെന്നൊരു സംശയം. ഇതുവഴി നേരെ നടന്ന വലത്തോട്ട് ഇറക്കമുള്ള റോഡ് കാണാം. അത് ഇറങ്ങി ചെല്ലുന്നത് പത്മശ്രീ വീട്ടിലേക്കാ. നടക്കാവുന്ന ദൂരേ ഉള്ളൂ. നന്ദി മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓ ശരി. നീ എന്താടാ ഇങ്ങനെ മിഴിച്ചു നോക്കണത്? അമ്മാവൻ. പത്മാവതി, ആരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. ആഹാ, ജയന്തിയാണ് നിങ്ങളുടെ കല്യാണ ഫോട്ടോ എനിക്ക് ഗുജറാത്തിൽ നിൽക്കുമ്പോ അയച്ചു തന്നത്. ഓ വാ അമ്മാവാ, അകത്തോട്ടിരിക്കാം. ആഹാ, അമ്മാവനാ? ഓ, ഞങ്ങള് പ്രതീക്ഷിച്ചിരിക്കുന്നു. അമ്മാവൻ ഗുജറാത്തിൽ എവിടെയായിരുന്നു? അങ്ങ് സുരേന്ദ്ര നഗറില്. ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഗുജറാത്തിലല്ലേ? അതെ അതെ. എനിക്ക് അവിടെയൊക്കെ ഒന്ന് വന്ന് ചുറ്റി കാണണമെന്നുണ്ട്. क्यों नहीं बेटा, एक दिन आप और आपका फैमिली उधर आइए, डोंट वरी, हमको उधर पूरा घूम सकते हैं. जरूर आएगा मामा जी. बिल्कुल बेटा. आप गुजरात में कितना साल रहा था? 6 साल. 6 साल? 6 वर्षം? अरे वाह, आप अच्छी तरह हिंदी में बात करता है. അല്ല, രണ്ടാളും ഇങ്ങനെ ഹിന്ദി പറഞ്ഞൊരു മുറ്റത്തന്നെ നിന്നാ എങ്ങനെയാ? കേറി വരൂ. അത് ശരിയാ. ഹിന്ദി ഗുജറാത്ത് എന്നൊക്കെ കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. മറക്കുമല്ലോ. അന്തറായി മാമ. ബിൽക്കുൽ ബിൽക്കുൽ. ഇവിടേക്ക് താമസം മാറ്റിയിട്ട് കുറെ കാലമായോ? ഒരു 8 വർഷമായി കാണും അമ്മാവ. 8 അല്ല, ഈ ഓഗസ്റ്റിലേക്ക് 9ാം വർഷം. പിന്നെ പത്മാവതിയാണ് ഇവിടുത്തെ കൗൺസിലർ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ.
ജയന്തി വിളിക്കുമ്പോ എല്ലാ വിവരവും പറയുന്നുണ്ടായിരുന്നു. അല്ല അമ്മാവന് കുടിക്കാൻ കട്ടൻ ചായ മതി, ആ മധുരമാവാൻ കേട്ടോ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ, ആ പത്മം ആ ഫോണിങ് തന്നെ ഞാനൊന്ന് ഓഫീസിൽ വിളിച്ച് പറയട്ടെ. ഓ. അമ്മാവൻ വന്നതല്ലയോ, ആ, ശരി. ഒരു ദിവസം അങ്ങ് അവധിയെടുക്കാം. ആ ഹലോ, ആ സിദ്ധാർത്ഥൻ സാറല്ലേ? ആ സാറേ, ഞാൻ പത്മനാഭനാ. ഞാനിന്ന് ലീവായിരിക്കും. പത്മാവതിയുടെ അമ്മാവൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്, അതാ. ആ സാറേ, നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് അയക്കാനുള്ള ഫയല് നമ്മുടെ ആ വടക്കേ മേശപ്പുറത്തിരിപ്പുണ്ട്. ആ ആ ശരി സാർ. വേറൊന്നുമല്ല, പത്മത്തിന്റെ ബന്ധു വരുമ്പോ നമ്മള് നേരാമണ്ണം അറ്റൻഡ് ചെയ്യാതെ പോയാലേ അവക്കതൊരു വിഷമമാകും. എന്റെ ബന്ധുക്കളൊക്കെ വരുമ്പോ അവൾ ആ രീതിയിലാ പെരുമാറുന്നത്. അതുകൊണ്ടാ സാറേ. അപ്പൊ എന്നാല് ശരി സാർ. ചായ. അല്ല അമ്മാവന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത്? അല്ല ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ആയതുകൊണ്ട്. ഞാനും റൊട്ടിയും പനീറും ഒക്കെ കഴിച്ച് ആ. വയറാകെ മടുത്തു മോളെ. ഓ നമ്മുടെ നാട്ടിലെ ദോശ ഇഡലിയൊക്കെ തിന്നാൻ ആ. കൊതിയാകുക. ആഹാ, എന്നാ പിന്നെ ദോശയും ചമ്മന്തി ഉണ്ടാക്കാം. അതേതായാലും വേണ്ട. ശരി. പുട്ടും കടലയും തിന്നിട്ട് ഒത്തിരി നാളായി. ഓ അതിനാണോ അത്ര പ്രയാസം? ഒരു അരമണിക്കൂർ കൊണ്ട് പുട്ടും കടലയും എല്ലാം റെഡിയാക്കി തരാം. അമ്മാവൻ രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞാണോ വരുന്നത്? വരുന്ന വഴിക്ക് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ കയറിയതാ. നീണ്ട കുറെ വർഷങ്ങളായിട്ട് അമ്മാവൻ കേരളത്തിന് പുറത്തായിരുന്നല്ലേ? അതെ, നേവിയിലായിരുന്നു. അങ്ങ് ഗുജറാത്തിൽ. നീ പറഞ്ഞ പോർബന്ദറിലായിരുന്നു കുറെ കാലം. നേവിയിലെ പ്രധാന ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ആയിരുന്നല്ലോ. നീ ഒരു ഗാന്ധിയനാണെന്നും ചില സമരങ്ങളിലൊക്കെ പങ്കെടുത്ത പടം പത്രങ്ങളിൽ അടിച്ചു വന്ന കാര്യങ്ങളൊക്കെ ജയന്തി വിളിക്കുമ്പം പറയുമായിരുന്നു. അതൊക്കെ പോട്ടെ, മക്കളൊക്കെ എവിടെ? സ്കൂളിൽ സ്കൂളിൽ പോയിരിക്കാം. അല്ല, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ജയന്തി വിളിച്ച് പറയാറുണ്ടായിരുന്നു. അല്ല മാമിയെ ഞാൻ എത്രയോ കൊല്ലത്തിന് മുമ്പ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കണ്ടതുപോലെ ഒരു ഓർമ്മ. കാണും കാണും. അവള് പൊങ്കാലയിടാത്ത ഒരൊറ്റ ക്ഷേത്രങ്ങളും ഈ കേരള മണ്ണിലുണ്ടാവില്ല. പിന്നെ ഇപ്പൊ പരസ്പരം ആരും കാണലും കേൾക്കലും ഒന്നുമില്ലല്ലോ. എല്ലാം വോയിസ് മെസ്സേജിൽ ഒതുങ്ങിയില്ലേ? എന്നാ മാമ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. പിട്ടും കടലേക്കൊന്ന് റെഡിയാക്കണ്ടേ? സംസാരിച്ചിരിക്കും. അമ്മാവന് പുട്ടും കടലയും ഇഷ്ടമാണോ? പിന്നെ അതേപടി ചാടിക്കയറിക്ക് വരിക. എവിടുന്ന് പഠിച്ചു ഉണ്ണിയേ ഈ ദുശീലങ്ങളൊക്കെ? കുളി കഴിഞ്ഞേച്ച് അകത്തേക്ക് കയറിയാ മതി. അമ്മാവ, ഇത് പ്രഫുലനാ, എന്റെ അനിയൻ. മനസ്സിലായില്ലേ? അറിഞ്ഞോണ്ട് തന്നെയാ ഈ പറയണേ. ഇതേ ഒരു നല്ല ശീലമല്ല. പോയി കുളിച്ചേച്ച് വരിക. പ്രഫുല, നീ പോയി കുളിച്ചിട്ട് വാ. അമ്മാവന്റെ സംസാര രീതി പെട്ടെന്നൊന്ന് മാറിയ പോലെ. ഈ നമ്പൂതിരിമാര് സംസാരിക്കുന്ന പോലെ ഉണ്ട്. ജയന്തി ഇത് തന്നെയാ പറയണേ. ആണോ? എന്റെ ഭാഷയില് എന്തോ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് ജയന്തിയാ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഏതായാലും അമ്മാവൻ ഇവിടെ വന്നപ്പോ ഈ വീടിനൊരു പ്രത്യേക ഒരു ഐശ്വര്യം വന്ന പോലെ. പോസിറ്റീവ് എനർജി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ എനർജി താനേ കൂടിക്കൊള്ളും എന്നാ പ്രമാണം. ഉദാഹരണത്തിന് സന്ധ്യയ്ക്ക് കുട്ടികളെയും വിളിച്ചിരുത്തി നിലവിളക്കും കത്തിച്ചു വെച്ച് ഹരേ രാമ ഹരേ രാമ എന്ന പ്രാർത്ഥന, അതിലുള്ള സുഗന്ധം. ആ സമയത്ത് സീരിയലുകളും കണ്ട് സങ്കടപ്പെട്ടിരുന്ന എങ്ങനെയാ ശ്രീദേവി ഇങ്ങോട്ട് കടന്നു വരിക? അല്ല, എല്ലാത്തിനും വേണേ ഒരു വൃത്തിയും ചിട്ടയും ഒക്കെ. അതെ അതെ. എന്താ നോം പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ പത്മനാഭ? ഇല്ല ഇല്ല അമ്മാവ.
ഒരു തെറ്റുമില്ല. തെറ്റില്ല. എന്താ കാരണം? ജ്യോതിഷത്തിലും ഹസ്തരേഖാശാസ്ത്രത്തിലും ഒക്കെ നല്ല നിശ്ചയമുള്ള ആളായതുകൊണ്ട് പറയുവാണേ. അയ്യോ, അമ്മാവൻ ഇതൊക്കെ അറിയാവോ? കൊള്ളാം, അറിയോന്ന്. നേവിയിലായിരിക്കുമ്പോ ഈ അന്തർവാഹിനി കപ്പലുകളൊക്കെ നീറ്റിലിറക്കേണ്ട സമയവും കാലവും ഗണിച്ചു പറയുന്നത് ആരാ? ഈ ഞാനാ. എന്താ സംശയം വല്ലതും ഉണ്ടോ? സംശയമൊന്നുമില്ല മാവ. ഞാനെന്തിനാ സംശയിക്കുന്നേ? അമ്മാവാ നമോ ഭാഗം. നമോ ഭാഗം. എന്നെ അനുഗ്രഹിക്കണം. എന്റെ കണ്ണ് തുറപ്പിച്ച ആളാ. ഇപ്പൊ നമ്മുടെ ഈ പ്രഭാകരനെ കണ്ടാൽ അങ്ങ് ഐവർ പടത്തിലെ കുട്ടിയാണെന്നല്ലേ പറയൂ? പ്രഭാകരൻ എന്ത് പറയുന്നു? പ്രഭാകരനല്ല, എന്റെ പേര് പ്രഫുല്ലൻ. അതാണ്. പ്രഭാകരനായാലും പ്രഫുല്ലനായാലും രണ്ടും ഒന്ന് തന്നെ അല്ലേ? പിന്നെന്താ? അമ്മാവന് ജ്യോതിഷത്തിന്റെ അറിവുള്ള ആളാണല്ലോ. അതെ, പറഞ്ഞോളൂ. ഇവനാണെങ്കിൽ ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഏത് ബിസിനസ്സിൽ ഇറങ്ങിയാലും അത് നഷ്ടത്തിലേ കലാശിക്കും. എന്താ ഇയാളുടെ ജന്മനക്ഷത്രം? കേട്ട. പറഞ്ഞോ, നല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അതല്ല, തൃക്കേട്ട. തൃക്കേട്ട. എല്ലാത്തിനും പരിഹാരം കാണുന്നുണ്ട്. നാളെ നേരം അങ്ങോട്ട് പുലർന്നിട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ അങ്ങ് നോക്കിക്കളയാം. എന്ത് പറയുന്നു? അത് മതി. അതെ, അമ്മാവ വന്നപ്പോഴേ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വന്ന പോലെ. നേവിയിലല്ലായിരുന്നോ? അതിന്റെ ഒരു ചിട്ടയൊക്കെ കാണാതിരിക്കില്ല. പിന്നെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരുത്തരുത്. അതെന്നോട് പറയണോ പപ്പേട്ട? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? അതെ അളിയ, ഇത്രയും നല്ല ഭക്ഷണം ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് അമ്മാവൻ പറഞ്ഞത്. എന്തായാലും പ്രഫുലൻ ഇന്നാണ് ഒരാളുടെ മുമ്പിൽ അച്ചടക്കത്തോടും വിനയത്തോടും കൂടി നിൽക്കുന്നത് ഞാൻ ആദ്യമായി കാണുന്നു. അപ്പൂപ്പന് ഒരുപാട് കഥകൾ അറിയാം. പഞ്ചതന്ത്ര കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതെ അളിയ, ഒരു വീടായാലേ ഇതുപോലൊരാള് വേണം. എന്താ ഇവിടെ ഒരു സഭ കൂടല്? നമസ്കാരം. ഒന്നുമില്ല മാവ, ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. നിങ്ങളുടെ കല്യാണത്തിന് ഒരു സമ്മാനം തരണമെന്നുണ്ടായിരുന്നു, അത് പറ്റിയില്ല. നേരിട്ട് വന്ന് തരണം എന്നുള്ളത് കൊണ്ടാ ഇത്രയും താമസിച്ച. ജയന്തി വിളിക്കുമ്പോഴെല്ലാം പറയും നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നതാ ഉചിതമെന്ന്. വാങ്ങിച്ചോളൂ. അയ്യോ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട് എന്നെ കൂട്ടിക്കൊള്ളുക. വാങ്ങിച്ചോ. ഇതെന്റെ കടമയാണ്, എന്നെ കൂട്ടിക്കൊള്ളുക. അത് പിന്നെ അമ്മാനും നിർബന്ധമാണെങ്കിൽ അത് പത്മത്തിന് തന്നെ കൊടുത്തേരെ. വാങ്ങിച്ചു. അയ്യോ, അത് ശരിയാവില്ല. പപ്പേട്ട തന്നെ വാങ്ങിച്ചാ മതി. അമ്മാവൻ സന്തോഷത്തോടു കൂടി തരുന്നല്ലേ. നീ വാങ്ങു പത്മം. വേണ്ട പപ്പേട്ട, എനിക്കത് ശരിയാവില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ തർക്കിക്കാതെ ആരെങ്കിലും ഒരാൾ വാങ്ങിക്കേ. അല്ല, ഇതിനിപ്പോ ഒരു മത്സരം വേണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് വാങ്ങിച്ചാ മതി എന്ന് പറയായിരുന്നു. നിങ്ങൾക്ക് രണ്ടാൾക്കും വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഇത് ഞാൻ മോളുടെ തന്നെ കൊടുത്തേക്കാം. മോളിഞ്ഞ് വന്നേ. മോളെ ചെല്ലേ. മോള് വാങ്ങിച്ചോ. അപ്പൂപ്പന്റെ വക ഒരു കൊച്ചു സമ്മാനം.